ലോവസ്റ്റ് ബഡ്ജറ്റിലേക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ ഞങ്ങൾ അക്കോമഡേഷൻ ഒന്നും എടുത്തിട്ടില്ല. അപ്പൊ ഇവിടെ റെസ്റ്റ് ഏരിയയിൽ കിടക്കാനാണ് നമ്മുടെ പ്ലാൻ. ഞാൻ കിടക്കുന്ന തൊട്ട് പുറകിലെ വിൻഡോയില് കുറച്ചുകൂടെ പഴയ റെസ്റ്റ് ഏരിയയില് ഈ ബെഞ്ചസ് ഒക്കെ തടിയുടെ ഒക്കെ ആയിരിക്കാം. സൺസ്ക്രീനൊക്കെ അപ്പൊ തന്നെ തിരികെ തുടങ്ങി. അച്ഛന്റെ ബാഗിനകത്ത് എന്തൊക്കെയുണ്ട് ഞാൻ കാണിച്ചു. ഇപ്പൊ കിടന്നുറങ്ങിയിട്ട് നേരത്തെ രാവിലെ എണീറ്റ് പോവാ അല്ലെ. അപ്പൊ ഗുഡ് നൈറ്റ്. ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മൾ ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിഡ്നി ടു ബ്രിസ്ബൻ. നേരത്തെ കാണിച്ചത് ബ്രിസ്ബൻ ടു സിഡ്നി അല്ലേ, ഇത് സിഡ്നി ടു ബ്രിസ്ബൻ. നമ്മൾ തിരിച്ച് മൂവ് ചെയ്ത് പോകുന്നതല്ല, പക്ഷേ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, റോഷ്നിയും ബോസും, നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടില്ലേ, അവരൊരു വീട് മേടിച്ചു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് മൂവ് ചെയ്യും. നമ്മൾ നാളെ രാവിലെ ആകുമ്പോഴത്തേനും അവിടെ എത്താൻ വേണ്ടിയിട്ട് പോവാണ്, അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, മൂവിങ് അടുക്കിപ്പെറുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും വീക്കെൻഡാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഒരു റോഡ് ട്രിപ്പ്, ഓസ്ട്രേലിയയിൽ റോഡ് ട്രിപ്പ് കോസ്റ്റ് എഫക്റ്റീവായിട്ട് അല്ലേ, അല്ലെങ്കിൽ എന്താ ലോവസ്റ്റ് ബഡ്ജറ്റിൽ എങ്ങനെ ട്രാവൽ ചെയ്യാമെന്ന് ഞങ്ങൾ കാണിച്ചു തരാം. ഞങ്ങൾ അക്കോമഡേഷൻ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ റെസ്റ്റ് ഏരിയയിൽ കിടക്കാനാണ് നമ്മുടെ പ്ലാൻ. വണ്ടിക്കകത്ത് തന്നെ സേഫാണ്, ഒരു കുഴപ്പമില്ല. കോഫി ഉണ്ട് ഞങ്ങളുടെ കൂടെ. അല്ല, കോഫി ഡോഗൊന്നും അല്ല, എന്നാലും ഒരു വണ്ടിയിൽ ഞങ്ങൾ 3 പേരും കിടന്ന് ഒരു 5-6 മണിക്കൂർ കിടന്നുറങ്ങി. രാവിലെ നെക്സ്റ്റ് ഡേ രാവിലെ പെട്ടെന്ന് തന്നെ. അപ്പോൾ അതുകൊണ്ട് റോഡ് പിടിക്കാൻ പറ്റും. അപ്പോൾ അത് കാണാം നമുക്ക്. ഓക്കെ, അപ്പോൾ പോരെ. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ഇപ്പോൾ വൈകുന്നേരം 5:15 ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചു സാറ്റർഡേ രാവിലെ ഇറങ്ങാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 10 മണിക്കൂറുണ്ടല്ലോ. അപ്പോൾ 10 മണിക്കൂർ ഫുള്ള് റോഡിലായി പോയി ഒരു ദിവസം മൊത്തം പോകും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇന്നിപ്പോൾ ഒരു പകുതി വഴി പോയിട്ട് നമുക്ക് അവിടെ കിടക്കാം. എന്നിട്ട് രാവിലെ വെളുപ്പിന് നേരത്തെ എണീറ്റ് അവിടുന്ന് യാത്ര തുടരാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ 10 മണിക്കൂർ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഒരു മടുപ്പും ഉണ്ടാവില്ല, ഇടയ്ക്കൊരു ബ്രേക്ക് ആവുകയും ചെയ്യും. കോഫിയുടെ സാധനങ്ങളൊക്കെ കുറേയൊക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി അവൻ്റെ വേറൊരു ബാഗുണ്ട്. നമ്മളങ്ങനെ ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഇറങ്ങാറായി. 6 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ച് 7 മണിയായി, വൈകുന്നേരം 7 മണിയായി. കുടിയെല്ലാം കഴിഞ്ഞ് ഒരു സെറ്റ് പാക്ക് ചെയ്തെല്ലാം വണ്ടിക്കകത്ത് കൊണ്ടുവച്ചു. ഇനി ഇത്രയും കൂടെ സാധനങ്ങൾ എനിക്ക് കൊണ്ടുവെക്കാനുണ്ട്. നമ്മൾ ഈ അടുത്ത ആഴ്ച അവിടുന്ന് വർക്ക് ഫ്രം ഹോം ആണ് പ്ലാൻ. അപ്പം അതിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതെൻ്റെ ഒരു ഹാൻഡ് ബാഗ്. പിന്നെ ഇത് ഞാൻ അത്യാവശ്യം വേണ്ട കുറച്ച് ഇവിടെ ഇരുന്ന ഫ്രൂട്ട്സ് എല്ലാം അങ്ങ് എടുത്തു. കാരണം ഇവിടെ ഇരുന്ന് കഴിഞ്ഞ് ഇനി അതെല്ലാം ചീഞ്ഞു പോകല്ലോ. അപ്പോൾ ഇതെല്ലാം ഇനി അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ കൊടുത്തേക്കാന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് വഴിയിൽ നിന്ന് വേണമെങ്കിൽ കഴിക്കാമല്ലോ. അപ്പം ഞങ്ങൾ ഓൾറെഡി കഴിച്ചു. ഞങ്ങൾ ഡിന്നർ കഴിച്ചിട്ടാണ് ഇറങ്ങുന്നത്. കുറച്ച് പ്രോട്ടീൻ ബാറും ഓറഞ്ചും അവക്കാഡോ പഴം സ്ട്രോബെറി ഒക്കെ ഇരുന്നത് എടുക്കുന്നു. പിന്നെ കുറച്ച് ഡ്രസ്സ് കാര്യങ്ങൾ ഒക്കെ ആയിട്ട് ഇത്രയും സാധനങ്ങൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വണ്ടി വിടലായി. ഇനി കോഫീനെ പിടിക്കലാണ് മെയിൻ പരിപാടി. കോഫിയുടെ വിചാരം നമ്മൾ ഡ്രസ്സൊക്കെ മാറി പെട്ടിയൊക്കെ ഒതുക്കി ഇപ്പം അവൻ്റെ വിചാരം അവനെ ഇവിടെ ഇട്ടിട്ട് പോകാന്ന്. അപ്പം ഇനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ പിടിക്കാൻ പറ്റും, അവനെ ഓടിക്കളയും. കോഫി കേട്ടോ ഓടി. ചെറിയ കുഷൻ പില്ലോ എടുത്ത് വെച്ചേക്കാം, കാരണം നമ്മൾ വഴിയിലല്ലേ കിടന്നുറങ്ങുന്നത്, അപ്പം വണ്ടിയിലല്ലേ കിടന്നുറങ്ങുന്നത്. അപ്പം അതുകൊണ്ട് കുഷനൊക്കെ എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ വണ്ടിയിൽ സാധനം എല്ലാം വെച്ചു. എല്ലാം ഒരു ഇതൊക്കെ എല്ലാം കയറ്റി. അധികം സാധനമൊന്നുമില്ല, എന്നാൽ സാധനം ഉണ്ട് തരും. എന്നിട്ട് കോഫീനെയും കൊണ്ടൊന്ന് നടത്താൻ കൊണ്ടുവന്നേക്കുക. താഴെ തന്നെ നമ്മുടെ വീടിൻ്റെ തൊട്ട് ഇവിടെ തന്നെ. കാരണം നടത്തിയിട്ട് അങ്ങ് കയറി കഴിഞ്ഞാൽ പിന്നെ ഇവൻ ഹാപ്പി ആയിരിക്കും. അല്ലേ പിന്നെ പകുതിക്ക് വെച്ചിട്ട് മുള്ള പൊട്ടുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളമായിരിക്കും. അവനെ രാവിലെയും വൈകുന്നേരമാണ് ഈ നടത്താൻ കൊണ്ടുവന്ന്. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ ഒരു അധികം താമസിയാതെ ഒരു 5-10 മിനിറ്റിൽ നമുക്ക് ജേർണി സ്റ്റാർട്ട് ചെയ്യാം. സ്കൈ നോക്കിയേ, നല്ല രസമുണ്ട്. സമയം ഇപ്പോൾ 7 മണി ആയി. അപ്പോൾ ഓടിക്കോ. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത് ഈ 10 മണിക്കൂറുണ്ടല്ലോ മൊത്തം. ഈ 10 മണിക്കൂറിൽ ഒരു പകുതിക്ക് വെച്ചിട്ട് എവിടെയും നിർത്തിയിട്ട് കിടന്നുറങ്ങാം. എന്നിട്ട് പിന്നെ രാവിലെ ഒരു കാപ്പിയൊക്കെ കുടിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് പെട്ടെന്ന് നമുക്ക് റോഡിലോട്ട് കയറാനോ. അതാണ് പ്ലാൻ. കോഫിയെ പുറകിൽ കിടത്തിയൊക്കെ ആയിരുന്നേ. അവന് പുറകിൽ നിന്നിട്ട് അതിന് വയ്യ, ഫോമോ അതുകൊണ്ട് ഫ്രണ്ടിൽ കയറി വന്നിട്ട് ഇരിക്കുക. ഇത് ദാഹിച്ചിട്ടൊന്നും അല്ല കേട്ടോ, ഇത് ആങ്സൈറ്റിയാണ്. അവനിപ്പൊ കുറച്ച് ട്രാവൽ ചെയ്യുമ്പോ ഇങ്ങനെ ഒരു ചില പ്രശ്നമുണ്ട്. പക്ഷെ കുറച്ചു നേരം ഉള്ളൂ കേട്ടോ, അത് കഴിഞ്ഞാൽ പിന്നെ പോയി കിടന്ന് ഉറങ്ങിക്കോളൂ. അപ്പൊ നേരത്തെ പറഞ്ഞു വന്നതല്ലേ, ഒരു 5 മണിക്കൂർ എന്ന് പറയുമ്പോ ഇവിടെ ഒരു പോർട്ട് മെക്കറി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അത് ഓൾമോസ്റ്റ് ഒരു ഹാഫ് വേ ആണ്. അതാണ് നമ്മുടെ എയിം. എന്റെ എയിം അതാണ്. നമ്മൾ മാറി മാറി ഓടിക്കാം എന്നാ വിചാരിക്കുന്നത്.
അശ്വ പറയുന്നത് ഇവിടെ ഉറക്കം വരുന്ന പോലെയൊക്കെ അറ്റ്ലീസ്റ്റ് സ്പോർട്ട് മെക്കറി എത്താം എന്നുള്ളത്. പിന്നെ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അതിന് മുന്നേ ഉറക്കം വന്നാ അതിന് മുന്നേ കിടക്കും. റിസ്ക് എടുത്ത് ഓടിക്കുന്ന പരിപാടിയൊന്നുമില്ല. ഇറ്റടക്ക് വണ്ടി നിർത്തിയിട്ട് കിടക്കുന്നത്. അപ്പൊ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റ് ഏരിയാസിലാണ് കിടക്കുക. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ റെസ്റ്റ് ഏരിയ എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് ഹൈവേയുടെ സൈഡിൽ നിർത്തിയിട്ടൊക്കെ കിടക്കില്ലേ, ഇവിടെ ആ പരിപാടി പറ്റത്തില്ല. ഹൈവേയില് എല്ലാ ഹൈവേയും 100, 110 ഒക്കെയാണ്. 90, 100, 110. 110 മുകളിലുണ്ടോ? 110 മാക്സിമം. അല്ലെങ്കിൽ ഞങ്ങളുടെ പരിചയത്തിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ എക്സ്പീരിയൻസ് 110 വരെ പോയിട്ടുള്ളൂ. അപ്പൊ നല്ല ഹൈ സ്പീഡ് ഹൈവേസ് ആയതുകൊണ്ട് ഇവിടെ സൈഡില് നിർത്താനൊന്നും പറ്റില്ല. ഇവിടുത്തെ റൂൾ അങ്ങനെയാണേ. അപ്പോ പിന്നെ എമർജൻസി സ്റ്റോപ്പിങ്സ് ഉണ്ടാവും. ഞാൻ കാണിച്ചു തരാം, എവിടെയെങ്കിലും കാണിച്ചു തരാം. അവിടെ വേണമെങ്കിൽ എമർജൻസി എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടെങ്കിൽ മാത്രം നിർത്താവുന്ന അങ്ങനത്തെ സ്ഥലമുണ്ട്. അപ്പൊ പിന്നെ അല്ലാണ്ട് നമുക്ക് ഇങ്ങനെ കിടന്നുറങ്ങണമെങ്കിൽ റെസ്റ്റ് ഏരിയാസ് എന്ന് പറയും. റെസ്റ്റ് ഏരിയാസ് എന്ന് പറയുമ്പോൾ ഒരു 5 കിലോമീറ്ററിൽ 10 കിലോമീറ്ററിലൊക്കെയാണ്. എത്ര ഫ്രീക്വന്റ് ആയിട്ട് ഹൈവേന്ന് ഒരിച്ചിരി മേ ബി ഒരു 50 മീറ്ററോ ഒരു 100 മീറ്ററോ മാക്സിമം പോയ ഒരു 100 മീറ്റർ അകത്തോട്ട് ഒരു ഏരിയയിലായിരിക്കും റെസ്റ്റ് ഏരിയ ഉണ്ടാവുക. റെസ്റ്റ് ഏരിയയിൽ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഒത്തിരി സ്ഥലം ഉണ്ടാവും. ടോയ്ലറ്റ്സ് ഉണ്ടാവും, നല്ല ക്ലീൻ ആയിട്ടുള്ള ടോയ്ലറ്റ്സ് ആയിരിക്കും. പിന്നെ ചില റെസ്റ്റ് ഏരിയസിൽ ബെഞ്ചും ടേബിളൊക്കെ ഉണ്ടാവും നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കണമെങ്കിൽ. പിന്നെ വെള്ളം ഒക്കെ ഉണ്ട്, കുടിക്കാനുള്ള വെള്ളം ഉണ്ടാവും, കൈ കഴുകാനുള്ള വെള്ളം അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ ചില റെസ്റ്റ് ഏരിയസ് ഭയങ്കര അടിപൊളി കുറച്ചുകൂടെ മോഡേൺ ആയിരിക്കും. ചില റെസ്റ്റ് ഏരിയസ് കുറച്ചുകൂടെ ഓൾഡ് ടൈപ്പ് ഒക്കെ ആയിരിക്കും. പക്ഷെ എന്നാലും കാര്യങ്ങളെല്ലാം നടക്കും. പിന്നെ അവിടെ വണ്ടി ഇട്ട് നമുക്ക് കിടന്നുറങ്ങാം. അവിടെ ഇങ്ങനെ ഇപ്പൊ രാത്രിയൊക്കെ ഒത്തിരി ഒരു 9 മണിയാകുമ്പോഴത്തേനും മിക്ക റെസ്റ്റ് ഏരിയസും ഫുള്ളായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ട്രാവൽ ചെയ്യുന്നു, കിടന്നുറങ്ങും. കാരവനിൽ വന്ന് ഉറങ്ങുന്നവരുണ്ടാവും. പിന്നെ നമ്മളെ പോലെ ഇങ്ങനെ കാറിൽ വന്ന് കിടന്നുറങ്ങും. സേഫാണ്, അതൊരു നല്ലൊരു ഇതാണ്. സേഫാണ്, വേറെ പേടിക്കാനൊന്നുമില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് സെന്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സർവീസ് സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ സ്റ്റേഷൻ പ്ലസ് അതിന്റെ അടുത്ത് 2-3 എന്തെങ്കിലുമൊക്കെ ഷോപ്സ് ഒക്കെ ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ മെക്ഡിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. മെയിൻലി പെട്രോൾ പമ്പ്സ് ആയിരിക്കും. അപ്പൊ അതിനെ സർവീസ് സെന്റർ എന്ന് പറയുന്നത്. പെട്രോൾ പമ്പ് മാത്രമാണ് ഈ സെർവോ എന്ന് പറയും. പക്ഷെ പെട്രോൾ പമ്പ് പ്ലസ് വേറെ എന്തെങ്കിലും കുറച്ചും കൂടെ ഷോപ്സും കാര്യങ്ങളും റെസ്റ്റോറന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഈറ്ററി ഒക്കെ ഉണ്ടെങ്കിൽ അതിന് സർവീസ് സെന്റർ എന്ന് പറയും. അപ്പൊ അവിടെയും കിടക്കാം. അപ്പൊ ഈ പോർട്ട് മെക്കറിയില് ഒരു നല്ലൊരു സർവീസ് സെന്റർ ഉണ്ട്, കുറച്ച് വലുതാണ്. അപ്പൊ അവിടെ ഞങ്ങൾ കിടന്നിട്ടുണ്ട് ഒരിക്കൽ. അന്ന് നമ്മൾ സിഡ്നിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോ വീഡിയോയിൽ കണ്ടില്ലേ, അത് അവിടെ കിടന്നത്. അപ്പൊ ഇതുണ്ടോ 184 കിലോമീറ്റേഴ്സ് കഴിഞ്ഞ ഒരു ചെറിയൊരു റൈറ്റ്, അത് വരെ നേരെ അങ്ങ് ഓടിച്ചാൽ മതി. വളവും തിരിവൊന്നുമില്ല. നേരെ എന്ന് പറഞ്ഞത് ഇങ്ങനെ നേരെ ഒരു കുഞ്ഞു പോലും ഇല്ല റോഡില്. ഒരാളും കൂടെ നമുക്ക് ഇങ്ങനെ പാസഞ്ചർ ആയിട്ടില്ലെങ്കിൽ വർത്താനം പറയാനും ഒരു കാര്യം ഇല്ലെങ്കിൽ ഭയങ്കര ബോറടിയുള്ള ഒരു ഡ്രൈവാണിത്. പ്രത്യേകിച്ച് രാത്രി. പകലാണെങ്കിൽ കുഴപ്പമില്ല, കാഴ്ചയൊക്കെ കണ്ടുപോവാം. അപ്പൊ ഒരാളെ വണ്ടി ഓടിക്കുന്നെങ്കിൽ ഭയങ്കര ബോറിങ് ഒരു ഡ്രൈവ് ഇത്. നമ്മളെ ഇപ്പൊ ഒന്ന് പെട്രോൾ അടിക്കാൻ വേണ്ടി കയറുകയാണ്. അപ്പൊ ഇത് സർവീസ് സെന്റർ ആണോ? ഇത് സർവീസ് സ്റ്റേഷൻ ആണ്. പെട്രോൾ പമ്പ് പ്ലസ് ഈറ്ററി ഒക്കെ ഉള്ള സ്ഥലമാണേ. കാണിച്ചുതരാം. ഇതാണ് പെട്രോൾ പമ്പ്. പെട്രോൾ പമ്പ് നിങ്ങളെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടല്ലോ അല്ലെ. നമ്മള് ഡീസൽ അടിക്കാൻ വേണ്ടിട്ട് കേറി. പെട്രോൾ എന്ന് പറഞ്ഞിട്ടേ അവസാനം പോയിട്ട് ശരിക്കും പെട്രോൾ അടിച്ചാലോ. നമ്മുടെ വണ്ടി ഡീസലാ. അപ്പൊ ഇവിടുന്ന് പെട്രോൾ അടിക്കാം. നമുക്കൊന്നും മേടിക്കാനൊന്നും ഇല്ലല്ലോ. ഞങ്ങള് ഭക്ഷണം എല്ലാം കഴിച്ച് പിന്നെ കയ്യിലുണ്ട്, കയ്യില് ഫുഡൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങക്ക് സാധനം ഒന്നും മേടിക്കാനില്ല. ഈ ചെക്കനെ ഒന്ന് നടത്തിക്കാം. എന്റെ പൊന്നേ, അശ്വിൻ ഡീസൽ അടിക്കുന്നു. ഞങ്ങളൊന്ന് നടന്നിട്ട് വരാം. ഓക്കെ, നടക്കാൻ പോവാ. ഓ, കോഫിക്ക് മുള്ള മുട്ടിയിട്ട് നിൽക്കുമായിരുന്നു എന്ന് തോന്നുന്നു. അപ്പൊ ഇതാണ് ഒരു ടൈപ്പ് സർവീസ് സെന്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പെട്രോൾ പമ്പ്സും ഉണ്ട്. ഇവിടെ പെട്രോൾ അടിക്കാം.
ഇനി ഈ കാണുന്നത് നേരത്തെ കണ്ടില്ലേ ഫുഡ് റീ എന്ന് പറഞ്ഞിട്ട്, അവിടെ നമുക്ക് അവിടെയാണ് നമ്മൾ ഈ കാശ് അടയ്ക്കുന്നതും എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കുന്നതൊക്കെ. പിന്നെ ഈ ഭാഗത്ത് ഇവിടെ ഫുള്ള് ഇതാ കുറേ ഈറ്ററീസ് ഉണ്ട്, എന്തൊക്കെയോ കുറച്ച് റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ പെട്രോൾ അടിച്ചിട്ട് നമുക്കവിടെ വണ്ടി ഇട്ടിട്ട് ഇവിടെ വന്നിട്ട് സാധനങ്ങളൊക്കെ മേടിക്കുകയും ബില്ലടക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ സമയം 11:30 ഞങ്ങളിതാ ഈ ഒരു പെട്രോൾ പമ്പിൽ കയറ്റി. ഡീസൽ അടിക്കാനൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ഉറക്കം വന്നു. അപ്പൊ പിന്നെ ഇവിടെ കിടന്നുറങ്ങിയേക്കാന്ന് വിചാരിച്ചു. ഞങ്ങളിതാ വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട്. കോഫിയുടെ ബെഡൊക്കെ സെറ്റ് ചെയ്ത് അവൻ ഉറങ്ങാനുള്ള പരിപാടിയിലാണ്. സൂപ്പർമാനെ പോലെ ഇരിക്കുന്നുണ്ടല്ലേ. ഞങ്ങളിപ്പോ രണ്ട് സീറ്റും ഒന്ന് ബാക്കോട്ടാക്കിയിട്ട് കിടന്നുറങ്ങും. വിശക്കുന്നുണ്ട് ഇപ്പൊ. കോഫിയുടെ ബെഡെല്ലാം ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അവനിപ്പോ തന്നെ കിടന്നുറങ്ങുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. കയറി ഇരുന്നിട്ടുണ്ട്. ഇത്ര നേരം ഇച്ചിരി ആങ്സൈറ്റി ഇഷ്യൂ ഉണ്ടായിരുന്നു, അപ്പൊ അതുകൊണ്ട് ഇത്ര നേരം ഞാൻ പുറയിലായിരുന്നു, അവൻ്റെ കൂടെ ആയിരുന്നു. ഇപ്പൊ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. സമയം ഇപ്പൊ 11:30 അപ്പൊ ഞങ്ങൾ വിചാരിക്കുന്നു കിടന്നുറങ്ങിയിട്ട് ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേനും എണീറ്റ് വിടാം, അല്ലെ 4 മണി 5 മണിയൊക്കെ ആകുമ്പോഴത്തേനും എണീറ്റ് ബാക്കി ഓടിക്കാന്ന്. അധികം ഓടിച്ചില്ല, ഇനിയുണ്ട്, നമുക്ക് കുറച്ചും കൂടെ പോകാനുണ്ട്. നമ്മൾ വിചാരിച്ചത്ര എത്തിയില്ല, പക്ഷെ സാരമില്ല. ഉറക്കം വന്നു, പിന്നെ കിടന്നേക്കാന്ന് വിചാരിച്ചു. നല്ല തണുപ്പുണ്ട് ഇപ്പൊ. ഇപ്പൊ എത്രയുണ്ട് ടെമ്പറേച്ചർ? എത്രയുണ്ട്? 8 ഉണ്ട് ഇപ്പൊ ടെമ്പറേച്ചർ. കുറച്ച് കഴിയുമ്പോഴത്തേനും കൂടും, അല്ല കുറയും, ടെമ്പറേച്ചർ ഡ്രോപ്പ് ആവും. അപ്പൊ എന്തായാലും നമുക്ക് ഇപ്പൊ കിടന്നുറങ്ങിയിട്ട് നേരത്തെ രാവിലെ എണീറ്റ് പോവാം അല്ലെ. അപ്പൊ ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. രാവിലെ ഇപ്പൊ 4 മണിയായി. നമ്മള് കിടന്നുറങ്ങി, കുഴപ്പമില്ലാണ്ട് ഉറങ്ങി. വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. സീറ്റിലാണല്ലോ ഉറങ്ങിയത്. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന്, പിന്നെ അല്ലെങ്കിൽ ഞാൻ കിടക്കുമ്പോ ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കുന്നോണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അശ്വിനും ഉറങ്ങി, സുഖമായിട്ട് ഉറങ്ങി. പിന്നെ എനിക്ക് തോന്നുന്നു 2-2:30 എങ്ങാണ്ടായപ്പോഴത്തേനും നമ്മള് വെന്റിലേഷൻ വേണ്ടി ഇച്ചിരി ഗ്യാപ്പ് ഈ ജനലില് വിൻഡോസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. വെച്ചുകഴിഞ്ഞാൽ പുറകിലെ വിൻഡോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കിടക്കുന്ന തൊട്ട് പുറകിലെ വിൻഡോയിലായിരുന്നു. എനിക്കാണെങ്കിൽ അതിൽ നിന്ന് തണുപ്പ് അടിച്ചിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. കുറച്ച് തണുക്കാൻ തുടങ്ങിയിട്ട് അപ്പോഴത്തേനും എനിക്ക് തോന്നുന്നു ടെമ്പറേച്ചർ 2-3 വന്നു. വണ്ടി ഇത്രയും ചെറിയ ഗ്യാപ്പ് ആണെങ്കിലും നമ്മൾ കുറെ നേരമായിട്ട് അങ്ങനെ തുറന്നിരുന്നോണ്ട് വണ്ടിക്കകത്തോട്ട് തണുപ്പ് കയറിയിട്ട് എനിക്ക് ഒരു രക്ഷയില്ലായിരുന്നു. ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ അശ്വിനെ വിളിച്ചിട്ടുണ്ട്. അശ്വിനാണല്ലോ ഈ ഡ്രൈവർ സീറ്റിലിരിക്കുന്നത്. അപ്പൊ വണ്ടി ഓണാക്ക്, ഹീറ്റിംഗ് ഇടുന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് ഞാനും ഒന്ന് നോക്കി, പിന്നെ എനിക്കും പകുതി ബോധമുണ്ട്. പിന്നെ ഞാൻ ഈ ജാക്കറ്റും കൂടെ എടുത്തിട്ടിട്ട് കിടന്നു. എന്നിട്ട് മാത്രം ശരിക്കും ഉറങ്ങാൻ പറ്റുന്നില്ല, കാരണം തണുപ്പ് കാരണം. പിന്നെ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ സീറ്റ് ഫ്രണ്ടിലോട്ടാക്കിയിട്ട് ഞാൻ പുറകില് കോഫിയുടെ കൂടെ പോയി കിടന്നു. ഞാനും കോഫി ഞാൻ നോക്കുകയായിരുന്നു. നീ എങ്ങോട്ടാ വരുന്നത്? എനിക്ക് കിടക്കാൻ പോലും ഇവിടെ സ്ഥലമില്ല, ഇതിന് നീ എങ്ങോട്ടാ വരുന്നത് എന്നുള്ള രീതിയായിരുന്നു അവന് കിടക്കാൻ ഒത്തിരി സ്ഥലമുണ്ട്. അവന് അവിടെ ഇത്ര ഒരു കുഞ്ഞനല്ലേ. എന്നിട്ട് നല്ല രസമായിരുന്നു. ഞാൻ ഇങ്ങനെ കിടക്കുമ്പോ ഞാൻ അവനിങ്ങനെ കുറച്ച് തള്ളിയിട്ട് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ കിടന്നു. അവനിങ്ങനെ നോക്ക്, നീ എങ്ങോട്ടാടി വരുന്നത് എന്നുള്ള രീതിയില്. ഇനി സമയം 4 മണിക്ക് അല്ല വെച്ച് 3:58 എണീറ്റു നമ്മള്. ഇനിയിപ്പോ ഒന്ന് ഒരു 2 മണിക്കൂർ ഓടിക്കാം. ഇപ്പൊ ഞാൻ ഓടിക്കാം, എന്നിട്ട് അന്നേരം അശ്വിന് കുറച്ച് നേരം ഇവിടെ കിടന്നുറങ്ങാമല്ലോ. എന്നിട്ടൊരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുക. 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും അശ്വിൻ വന്നു. 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഡ്രൈവർ സ്വിച്ച് ചെയ്ത് ഒരു കാപ്പിയൊക്കെ മേടിക്കാൻ വിചാരിച്ചു. അപ്പൊ അതൊക്കെയാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. അശ്വിൻ ഉറങ്ങല്ലേ? നല്ല തണുപ്പുണ്ട് പുറത്ത്. ഇപ്പൊ എത്രയെന്നറിയോ ടെമ്പറേച്ചർ? 2 5 2 5. സമയം 5:50. നമ്മളെപ്പോഴും 4 മണിക്കല്ലേ സ്റ്റാർട്ട് ചെയ്തേ. ഒരു
1.5 മണിക്കൂർ ഓടിച്ചു. കാരണം ഇടയ്ക്ക് വെച്ച് ഇടയ്ക്ക് ഒന്ന് നിർത്തിയായിരുന്നു കോഫീനെ ഒന്ന് സെറ്റിലാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറക്കം വരുന്നു. കാരണം വെളുപ്പാങ്കാലത്തല്ലേ, ഇപ്പം 5:30 ആയി. അപ്പോൾ വിചാരിച്ചു ഒന്ന് കിടന്നേക്കാം, ഉറങ്ങിയിരിക്കാം. അപ്പോൾ നമ്മളൊരു റെസ്റ്റ് ഏരിയയെ കയറ്റി എന്നിട്ട് 1 മണിക്കൂർ ഉറങ്ങാമെന്ന് വിചാരിച്ചു. ഇതാണ് റെസ്റ്റ് ഏരിയ. ഉറങ്ങിക്കഴിഞ്ഞിട്ട് എണീക്കുമ്പോൾ കാണിച്ചു തരാവേ, നല്ല വെട്ടത്ത് കാണിച്ചു തരാം. അപ്പോൾ അവിടെ ഒരു ട്രക്ക് കിടക്കുന്നുണ്ടല്ലേ, അവിടെ ഒരു ട്രക്കുണ്ട്. ഇവിടെ എനിക്കൊന്ന് കാറുകളൊക്കെ പോയി കാണാം അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഒന്ന് കിടന്നിട്ട് രാവിലെ എല്ലാരും പോകും. നമ്മളും രാവിലെ ഇറങ്ങിയതാ, പക്ഷെ ഞങ്ങക്ക് പിന്നെ ഉറക്കാൻ വരുന്നു. അപ്പൊ അതുകൊണ്ട് ഒന്ന് ഉറങ്ങിയേക്കാം, 1 മണിക്കൂർ ഉറങ്ങിയേക്കാം. വെറുതെ എന്തിനാലെ റിസ്ക് എടുത്തിട്ട് വണ്ടി ഓടിക്കുന്നത്. അപ്പൊ പിന്നെയും ഗുഡ് നൈറ്റ്. അപ്പം നമ്മൾ നേരത്തെ 7 മണിക്ക് എണീക്കാൻ വേണ്ടിയിട്ട് കിടന്നില്ലേ, 1 മണിക്കൂർ കിടന്നു, നല്ല ഫ്രഷ് ആയിട്ട് എണീറ്റേ. ഇതാണ് റെസ്റ്റ് ഏരിയ. ഇത് ഒരു ടൈപ്പ് ഓഫ് റെസ്റ്റ് ഏരിയ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പുതിയ റെസ്റ്റ് ഏരിയ ആണ്. കുറച്ചും കൂടെ പഴയ റെസ്റ്റ് ഏരിയയിൽ ഈ ബെഞ്ചസൊക്കെ തടിയുടെയൊക്കെ ആയിരിക്കാം. ഇത് ഇച്ചിരി കൂടെയൊക്കെ ഒരു പുതിയ പോലത്തെ ആണ്. അതുകൊണ്ട് ഇവിടെ കാസൊക്കെ ഇടാം. അപ്പുറത്തെ ഭാഗത്ത് ട്രക്കും ലോങ് ആയിട്ടുള്ള വെഹിക്കിൾ അപ്പുറത്തിലും ആ ഭാഗത്തിലും. ഇവിടെ കാസലും ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ വന്നപ്പോൾ ഒരാളുണ്ടായിരുന്നല്ലോ, അയാളും പോയി. നമ്മളിവിടെ മടി പിടിച്ച് പിന്നെയും ഇവിടേക്ക് തന്നെ ഇരിക്കുക. അശ്വിന് ഉറങ്ങുക. ഞാൻ അതുകൊണ്ട് എണീപ്പിക്കാണ്ട് ഈ ഒരു ഫുട്ടേജ് എടുക്കാൻ വേണ്ടി വന്ന. ഇവിടെ എന്തോ ഇതിൻ്റെയൊക്കെ ഇതൊക്കെ എന്തോ കുറച്ച് നല്ല ഏതൊരു ഭാഗമാണ്. അപ്പം ഇവിടെ എന്തൊക്കെയുണ്ട് കാണാൻ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. ഈ ഏരിയയുടെ പേര് കെംസി എന്നാണേ, കെംസി. അപ്പോൾ കെംസിയിൽ കുറേ എന്തൊക്കെയോ കാണാനൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ റെസ്റ്റ് ഏരിയ ഉണ്ട്. അവിടെ എന്തൊക്കെയുണ്ട് കാണാനൊക്കെ ലോക്കൽ ടൂറിസമൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇങ്ങനെ ഒരു വാഷ്റൂമൊക്കെ ഉണ്ടാവും. മെയിൽ ഫീമെയിൽ യൂണിസെക്സ് എല്ലാം ഉണ്ടാവും. കുറേ ഡസ്റ്റ്ബിൻസ് ഉണ്ടാവും. യൂഷ്വലി ഇത് ഭയങ്കര തിരക്കായിരിക്കും. ഇപ്പോൾ നമ്മളൊരു ലോങ് വീക്കെൻഡ് ഒക്കെ ഉള്ള സമയത്തൊക്കെ നമ്മൾ ഇതിലെ വരികയൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ. ഒരു വട്ടം വന്നപ്പോൾ ഞങ്ങൾ ഇതേ റെസ്റ്റ് ഏരിയ വന്നിട്ടുണ്ട്. വണ്ടി ഇടാൻ സ്ഥലം കിട്ടുന്നില്ല, എന്നാൽ അത്രയും തിരക്കായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ വലിയ തിരക്കൊന്നുമില്ല. ആൾക്കാർ ഇവിടെ നിന്നൊക്കെ ഭക്ഷണമൊക്കെ കഴിക്കും. പെറ്റ്സ് ഉണ്ടെങ്കിൽ പെറ്റ്സിനെ നടത്തിക്കാനൊക്കെ ആയിട്ട് ഉള്ള നല്ലൊരു സ്ഥലമാണ്. ഒരു കാറ് വന്ന് നിർത്തി. അയാൾക്ക് ഉറക്കം വന്നു എന്ന് തോന്നുന്നു. നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ 4 ഒക്കെ ആയിട്ടുണ്ട്. വീഡിയോയിൽ കാണുമോയെന്ന് എനിക്കറിയത്തില്ല. വായിക്കൂടെയൊക്കെ ഫോഗും പുകയൊക്കെ പോകുന്നുണ്ട്, അത്രയും തണുപ്പുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ വണ്ടി എടുത്ത് പോയേക്കാം, അശ്വിന് കുറച്ചും കൂടെ ഉറങ്ങിക്കോട്ടെ. ഞാൻ 1 മണിക്കൂറും കൂടെ ഓടിക്കുമ്പോഴത്തേനും ഖോഫ് സാബർ എത്തിക്കാം. എന്നിട്ട് അശ്വിന് വണ്ടി കൊടുക്കാം. എന്നിട്ട് വേണമെങ്കിൽ എനിക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ അപ്പോൾ ഉറങ്ങാം. ഇപ്പം എനിക്ക് ഉറക്കം വരുന്നുണ്ട്, ഇപ്പം ഞാൻ ഫ്രഷായി. അപ്പം നമുക്ക് വണ്ടി എടുത്തുകൊണ്ടങ്ങ് പോകാം അല്ലേ. അശ്വിന് ഉറങ്ങിക്കോട്ടെ. Continue straight for 1 hour and 7 minutes to Stadium Drive. നല്ല സൺറൈസ് കണ്ടോ. നമ്മളിപ്പോ എത്തിക്കൊണ്ടിരിക്കുന്നത് ഖോഫ് സാബറാണ്. ഖോഫ് സാബറാണ്. നമ്മൾ അടുത്തൊരു 25 മിനിറ്റ് എത്തുന്ന സ്ഥലത്തിന്റെ പേര് ഖോഫ് സാബർ. എത്തുന്ന സ്ഥലത്തിന്റെ പേര് ഖോഫ് സാബർ. മാറി ഖോഫ് സാബറിലോട്ട് ഇറങ്ങി. പിന്നെ ഖോഫ് സാബറിൽ നിന്ന് നമ്മൾ ഡ്രൈവർ മാറി അശ്വിനെ ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അശ്വിൻ പിന്നെ കുറേ നേരം അങ്ങ് ഓടിച്ചു. നമ്മളുണ്ടല്ലോ ഖോഫ് സാബർ നിർത്തിയില്ല. നമ്മൾ പിന്നെ അവിടെ നിന്ന് പോകുന്നു, കുറച്ചും കൂടെ ഓടിച്ചു. ഇനി നമുക്ക് ബ്രിസ്റ്റലിലോട്ട് 3.5 മണിക്കൂറും കൊണ്ടിടും. കണ്ണു തുറക്കാൻ പറ്റുന്നില്ല കേട്ടോ, വെയിൽ കാരണം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ ട്രിപ്പ് പോയത് ഒരു വിൻ്ററിൻ്റെ ഒക്കെ ഒരു പകുതി ആയപ്പോഴാണ്. അതാ ഈ മരങ്ങളെല്ലാം ഇങ്ങനെ ഇല പൊഴിച്ച് നിൽക്കുന്നത്. ഇപ്പോൾ വിൻ്റർ കഴിയാറായി. ഞാൻ കുറച്ച് എഡിറ്റ് ചെയ്തിടാൻ വൈകിയൊരു വീഡിയോ ആണ്. പിന്നെ ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് പെട്രോൾ പമ്പ്സിലെ വാഷ്റൂംസ് ആട്ടോ. ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിക്കുകയാണ്. ഏത് സമയം എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വാഷ്റൂമിൽ പോകാനായിട്ടൊരു മടിയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല ക്ലീൻ തന്നെയായിരിക്കും.
അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ റോഡ് ട്രിപ്സ് ഒക്കെ കുറച്ചും കൂടി ഈസിയറാണ് ഇവിടെ. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ആ പെട്രോൾ പമ്പിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാ. കോഫി. അപ്പൊ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് വണ്ടി കയറി എല്ലാം സെറ്റായി കേട്ടോ. കോഫി ഇരിപ്പുണ്ട്. പക്ഷെ എന്നാലും ഇനിയും വിശന്ന് എന്ത് ചെയ്യും? അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ കുറെ സാധനം മേടിച്ചിട്ടാ വണ്ടി കയറിയത് തന്നെ കേട്ടോ. യോഗട്ട്, പ്രോട്ടീൻ യോഗട്ട്, പിന്നെന്താണ് പ്രോട്ടീൻ ബാർ. ഇനി അതും പോരെങ്കിൽ ഫ്രൂട്ട്സ് ഇനിയുണ്ട്. ഫ്രൂട്ട്സ് പുറകിലിരിപ്പുണ്ട്. അതെ, ഒരുമാതിരി ഫുഡ് ട്രിപ്പ് പോലെയാണ്. ഫുഡ് ആൻഡ് സ്ലീപ്പ് ട്രിപ്പ്. വണ്ടി 2 മണിക്കൂർ ഓടിക്കുക, ഉറക്കം വരുന്നു, കിടന്നുറങ്ങുക, പിന്നെ 1 മണിക്കൂർ കഴിയുമ്പോൾ പിന്നെ ഓടിക്കുക, പിന്നെ കുറച്ച് കഴിയുമ്പോൾ വിശക്കുന്നു. ഇതൊക്കെയാണ് പരിപാടി. ഇത് ഓടിച്ചിട്ട് എത്തുന്നില്ല അവിടെ. ഞങ്ങൾ കുറെ നേരെ വഴി കിടക്കുന്നത്. ഞാൻ നേരത്തെ രാവിലെ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞിട്ട് വണ്ടി എടുത്ത് ഓടിച്ചില്ലേ, അപ്പൊ അശ്വിന് ഉറങ്ങായിരുന്നല്ലോ. ഞാൻ നോക്കുമ്പോ നല്ല വെയിലടിക്കുന്നേ, നല്ല വെയിലുണ്ടായിരുന്നു. അപ്പൊ അശ്വിൻ കിടന്ന് ഉറങ്ങുക. അപ്പൊ അശ്വിന്റെ മുഖത്തോട്ട് നല്ല വെയിലടിക്കുന്ന എനിക്ക് കാണാം. എന്റെ മുഖത്തോട്ട് വെയിലടിക്കുന്നുണ്ട്. ഞാൻ നോക്കുമ്പോ പെട്ടെന്ന് അശ്വിൻ എണീറ്റിട്ട് ഇവിടുന്ന് ബാഗിൽ നിന്ന് സൺസ്ക്രീൻ എടുത്തിട്ട്, ഉറങ്ങുന്ന ആളാണേ, പെട്ടെന്ന് എടുത്ത് എണീറ്റ് ബാഗിൽ നിന്ന് സൺസ്ക്രീൻ എടുത്തിട്ട് കുറെ സൺസ്ക്രീൻ ഒക്കെ ഇട്ടിട്ട് അപ്പൊ തന്നെ തിരിഞ്ഞു കിടന്നുറങ്ങി. പണ്ട് ഉണ്ടല്ലോ. പണ്ടാണെങ്കിൽ ശരിക്കും മുഖം കഴുകുന്നതിന്റെ, ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകുന്നതിന്റെ വലിയ ലക്ഷറി ആയിട്ട് കണ്ടോണ്ടിരുന്ന ആളാണ്. എന്നോട് കൂടി ഇപ്പൊ സൺസ്ക്രീൻ ഒക്കെ എല്ലാ ദിവസവും ഇടാൻ തുടങ്ങി കേട്ടോ. രാവിലെ എണീറ്റ് മുഖത്ത് വെയിലടിക്കുന്ന കണ്ടപ്പോ തന്നെ സൺസ്ക്രീൻ ഇട്ട ആളാണ്. പണ്ടത്തെ ആളൊന്നല്ല, ഇപ്പൊ ഭയങ്കര നല്ല അടിപൊളിയാണ്. എന്നോട് കൂടിയിട്ടുള്ള ഗുഡ് ഇൻഫ്ലുവൻസ്. അശ്വിന്റെ ബാഗിനകത്ത് എന്തൊക്കെയുണ്ട് ഞാൻ കാണിച്ചു. വാട്ട് ഈസ് ഇൻ അശ്വിൻസ് ബാഗ്? അതെ, MKBHD. പിന്നെ ഓക്കെ, നല്ല എന്റെ കൂടിയിട്ടുള്ള ഗുഡ് ഇൻഫ്ലുവൻസിന്റെ ഭാഗമാണ്. ക്രെഡിറ്റ് മൊത്തം ഞാൻ ഏറ്റെടുക്കുന്നു. വെറ്റ് വൈപ്സ്. പിന്നെ എന്തുണ്ടെന്നറിയോ? പിന്നെ വെറ്റ് വൈപ്സ് പോയെങ്കിൽ പോക്കറ്റ് ടിഷ്യൂസ്, ഡ്രൈ ടിഷ്യൂസ്. പിന്നെ എന്തുണ്ട്? പിന്നെ ഏറ്റവും വേണ്ട ഒരു സാധനം, വിന്ററിലും സമ്മറിലും വേണ്ട ഒരു സാധനം, പ്രത്യേകിച്ച് ഞങ്ങൾ രണ്ടുപേരും ഡ്രൈ ഹെയർസ് ആണ്. എന്റെ അതിലും ഡ്രൈ ഹെയർസ് ആണ്. ഹാൻഡ് ക്രീം കേട്ടോ, ഹാൻഡ് ക്രീം. പിന്നെ പെട്ടെന്ന് എന്തെങ്കിലും എഴുതാൻ തോന്നിയാലോ, ഒരു പെന്നുണ്ട്. പേപ്പറില്ല, അതെ പേപ്പറില്ല, പക്ഷെ ടിഷ്യൂ എഴുതാനോ. പിന്നെ എന്താ ഉള്ളത്? ഇതൊരു കുഞ്ഞു ബാഗാണ്, ഇങ്ങനത്തെ കുഞ്ഞു ബാഗ്. പിന്നെ ഇതിനകത്തുള്ളത് ഒരു പോക്കറ്റ് പെർഫ്യൂം. അത് നല്ലതാണ്, പ്രത്യേകിച്ച് ട്രാവൽ ചെയ്യുമ്പോ ഒരു മുഷിഞ്ഞ മണം വന്നു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാം. പിന്നെ ഏറ്റവും അടിപൊളി സാധനം സൺസ്ക്രീൻ. പണ്ടൊക്കെ ഞാൻ സൺസ്ക്രീൻ, അയ്യോ അതെ എന്റെ സൺസ്ക്രീൻ ഇതല്ല, എന്റെ വേറെ ബ്രാൻഡാണ്. ഞാൻ പണ്ട് സൺസ്ക്രീൻ ഇടാൻ പറയുമ്പോഴല്ലോ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു ഓടുന്നതാണ്. പക്ഷെ ഇപ്പൊ മനസ്സിലായി സൺസ്ക്രീനിന്റെ ഗുണം എന്താന്ന് മനസ്സിലായി. അതെ, പ്രത്യേകിച്ച് ഇവിടുത്തെ വെയിലില്, പ്രത്യേകിച്ച് ഇപ്പൊ വിന്റർ ആണെങ്കിലും നല്ല തണുപ്പാണല്ലോ. പക്ഷേ ഈ നല്ല തണുപ്പത്ത് ഈ വെയിൽ വരുമ്പോ നമ്മൾ വെയിൽ കഴിയാൻ വേണ്ടി, ചൂട് കിട്ടാൻ വേണ്ടി പുറത്തിറങ്ങി. അതിനാണ് ഊട്ടിയിലെ വെയിൽ വരുന്നത്. ആ വെയിലത്ത് പോയി നിന്നാ പക്ഷെ ആ വെയിലത്ത് പോയി നിന്ന ഒരു 10 മിനിറ്റ് നിന്നാ മതി, ടാൻ അടിച്ച് കരിവാളിച്ച് തിരിച്ചു വരാം. വെയിലും ചൂടൊക്കെ കിട്ടും, നല്ല സുഖമാണ് നിൽക്കാനൊക്കെ. പക്ഷെ നന്നായിട്ട് സൺസ്ക്രീൻ ഇട്ടില്ലെങ്കിൽ തിരിച്ചു വരുമ്പോ നമുക്ക് മനസ്സിലാവും എത്ര ടാൻ അടിച്ചു എന്നുള്ളത്. പിന്നെ കഴിഞ്ഞില്ല, ഇനിയുണ്ട് വാട്ട്സ് ഇൻ മൈ ബാഗ്. സീക്രട്ട് ഐറ്റംസ്. ഇത് പിന്നെ ഇതെന്തോ ഐ ഡ്രോപ്സ് ആണ്. അത് പിന്നെ എന്റെ ഇതൊന്നും അല്ല, എന്റെ ഇൻഫ്ലുവൻസ് ഒന്നും അല്ല. വരുന്ന നമ്മുടെ ട്രാവലിൽ പോകുമ്പോൾ ഇതൊരു പാരസിറ്റമോൾ. ഇത് എടുത്തത് നന്നായിട്ടോ. ഇത് എന്റെ ഇൻഫ്ലുവൻസ് അല്ല, ഇത് എടുത്തു വെച്ചോണ്ട് എന്താ ഞാനുള്ളത് കൊണ്ട് തലവേദന വരും. അപ്പൊ അതിന് കഴിക്കാനുള്ളതാ. കുഞ്ഞു ബാഗില് സൺസ്ക്രീന്, ലിപ് ബാം. അയ്യോ ലിപ് ബാം ഉണ്ട്, ലിപ് ബാം പുറത്തെടുത്ത് വെച്ചിരിക്കും കേട്ടോ. ലിപ് ബാം. വാട്ട്സ് ഇൻ മൈ ബാഗ് സെഷൻ കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ പിന്നെയും ഒരു സ്റ്റോപ്പ് എടുത്തു. ഡ്രൈവർ സ്വിച്ച്.
ഇനിയിപ്പോൾ ഒരു 2 മണിക്കൂറും കൂടെ ഉള്ളൂ. 2 മണിക്കൂറോ 2 മണിക്കൂർ 2.5 മണിക്കൂറും കൂടെ ഉള്ളൂ. ഡ്രൈവർ സ്വിച്ച് ചെയ്തു. ഇവിടെ എത്തിയപ്പോഴത്തേനും നല്ല വെയില്. ഇവിടെ ഒരു ലൈറ്റ് ജാക്കറ്റ് മതി. പുറത്ത് തണുപ്പൊക്കെ ഉണ്ട്, പക്ഷെ ഒരു ലൈറ്റ് ജാക്കറ്റ് മതി. അതുകൊണ്ട് ഉള്ള സ്വെറ്ററൊക്കെ എടുത്ത് ഊരിക്കളഞ്ഞു. ഈ ഒരു രക്ഷയില്ല, ഇവിടെ ചൂടെടുക്കുന്നു. ഇപ്പോൾ കാറിനകത്ത് ഇരുന്നിട്ട് ചൂടെടുക്കുന്നു. പക്ഷെ പുറത്ത് തണുപ്പുണ്ട് കേട്ടോ. ഇപ്പോൾ കാറിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് കോഫി ഇങ്ങനെ റെസ്റ്റ്ലെസ് ആയിട്ട്. ഇതിപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ അശ്വിൻ വെള്ളം മേടിക്കാൻ വേണ്ടി പോയതാ. അപ്പോൾ അശ്വിനെ നോക്കി നിൽക്കുന്ന പരിപാടി ഇത്. എനിക്കെന്താ എത്ര നേരമായിട്ട് വരാത്തല്ലേ? അപ്പൊ ഇനി 2 മണിക്കൂറിൽ നമ്മള് ബോസിന്റെ റോഷനിയുടെയും പുതിയ വീട്ടിലെത്തും. ഈ ഒരു ഷോട്ട് ഇവിടെ ഞാൻ എന്താ കാണിക്കുന്നതെന്ന് അശ്വിൻ അറിയുന്ന അപ്പാപ്പനൊന്നും അല്ല, അപ്പ അവിടെ വെച്ച് കണ്ടതാണ്. പക്ഷെ എന്തായാലും നോക്കി ഇവർ രണ്ടൊരു വർത്താനം പറയുന്നത്, പുള്ളി എന്തോ തമാശയൊക്കെ പറഞ്ഞങ്ങ് പോവുകയാണ്. ഭയങ്കര ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ. ഇത് വെറും റോഡ് ട്രിപ്പ് അല്ല, ഇത് ഫുഡ് ട്രിപ്പാണ്. ഫുഡ് ട്രിപ്പ്, തീറ്റ ട്രിപ്പ്. അടുത്ത ട്രിപ്പ് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് എന്താ മേടിച്ച് നമ്മളിതാ എത്തി. ബോസിന്റെ വീട്ടിലോട്ട് എത്തിയതാ. രണ്ട് സ്റ്റെപ്പ് കൂടെ വെച്ച് എത്തി. കോഫിയുടെ സന്തോഷം കണ്ടോട്ടോ. ഇനി ഇതാണ് ബോസിന്റെ റോഷനിയുടെയും പുതിയ വീട്. ജസ്റ്റ് ഷിഫ്റ്റിങ് കഴിഞ്ഞ് മൂവേഴ്സ് പോയതേ ഉള്ളൂ. അവർ സാധനങ്ങളൊക്കെ റീഅറേഞ്ച് ചെയ്തേ ഉള്ളൂ. അപ്പം ഞങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ വന്നത്. സൗണ്ട് കേട്ടെ. പോയോ കൂടി നോക്കട്ടെ. കോഫിയുടെ ഏറ്റവും ഫേവറേറ്റ് 2 ആൾക്കാരാണ് ഇവര്. ഇവരുടെയും ഏറ്റവും ഫേവറേറ്റ് ആണ് കോഫി. അവര് ഫ്രണ്ട് ഗേറ്റ് വഴി കേട്ടടേ, ഫ്രണ്ടിൽ കൂടെ കേറണേ, പിറകിൽ കൂടെ. ഇങ്ങനെ അവന് ഉറക്കം വരുന്നുണ്ടെന്ന് ഉറങ്ങിയിട്ടില്ല ശരിക്കും. ഇല്ല ഇല്ല, ഞങ്ങൾ കഴിച്ചോന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഫുള്ള് കഴിച്ചോണ്ടാ വന്നത്. പക്ഷെ ഇങ്ങനെ അതും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിച്ചു. ഞങ്ങൾ ഇന്നലെ കുളിപ്പിക്കണം എന്ന് വിചാരിച്ചതാ. അങ്ങനെ ഞങ്ങൾ ഒരാഴ്ച അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടുന്ന് വർക്ക് ഫ്രം ഹോം ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ബ്രൗണി ഉണ്ടാക്കി. അതിന്റെ വിശേഷമാണ് ഈ കാണുന്നത്. എല്ലാരും വിചാരിക്കും നമ്മൾ ബ്രൗണി വെയിറ്റ് ചെയ്ത് നിൽക്കുക. അല്ല, നമ്മൾ ഓർഡർ റെഡി ആയിട്ട് അങ്ങനെയല്ല, ആർട്ടിസ്റ്റ്. ഞാനിങ്ങനെ മുഖത്ത് കരിയൊക്കെ കാണുന്നവർക്ക് ഇതിന്റെ മണം അറിയില്ലെങ്കിൽ ഒരു ബേൺഡ് ക്യാരറ്റ് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? സംഭവം അങ്ങനെ വെച്ചാൽ ഞങ്ങൾ ആദ്യം വെച്ചപ്പോൾ അവൻ്റെ മൂഡ് മാറിപ്പോയി. പിന്നെ ഞങ്ങൾ മുകളത്തെ ഭാഗം എല്ലാം പൊളിച്ച് കളഞ്ഞ് രണ്ടാമത് പിന്നെയൊക്കെ വെച്ച് എങ്ങനെയൊക്കെ സെറ്റാക്കി എടുത്തു. ഇത് ചോക്ലേറ്റ് ലാവ കേക്കിന് ബ്രൗണിക്ക് ഉണ്ടായ കുഞ്ഞാണ്. അപ്പൊ അതായിരുന്നു സിഡ്നി ടു ബ്രിസ്ബൻ റോഡ് ട്രിപ്പ്. ഇവിടുത്തെ റെസ്റ്റ് ഏരിയയും സർവീസ് സെന്ററും എങ്ങനെ ലോ ബഡ്ജറ്റിൽ ഒരു ലോങ് ട്രിപ്പ് പോകാന്നൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.